2026 ഫിഫ ലോകകപ്പിനായി ഫുട്ബോൾ ലോകം വളരെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിൽ കിരീടം നേടാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകൾ ഏതൊക്കെയാണ്? നിലവിൽ ഫേവറേറ്റ് ലിസ്റ്റിൽ മുൻപന്തിയിലുള്ള ടീമുകളാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന, പോർച്ചുഗൽ, താരസമ്പന്നമായി വരുന്ന ഇംഗ്ലണ്ട്, നിലവിലെ യൂറോ ജേതാക്കളായ സ്പെയിൻ എന്നിവരെല്ലാം. ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് നടക്കുന്ന മറ്റൊരു ചർച്ച 2026 വേൾഡ് കപ്പ് നേടാൻ ലിയോ മെസ്സിയുടെ അർജന്റീനക്കാണോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനാണോ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്? ടെക്നിക്കൽ പ്ലേയിങ് സ്റ്റൈൽ, കറന്റ് ടീം ഫോം, കംപ്ലീറ്റ് സ്ക്വാഡ് അപ്പ് ബാലൻസ് എന്നിവയെല്ലാം വിശദമായി വിലയിരുത്തിക്കൊണ്ട് ഇത്തവണ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏത് ടീമിനാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം ലോക ചാമ്പ്യന്മാരായ അർജന്റീനയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം അർജന്റീനയുടെ ടെക്നിക്കൽ അനലൈസിസ് നോക്കുകയാണെങ്കിൽ നിലവിൽ അർജന്റീന ടെക്നിക്കലായി കളിക്കുന്നത് കൺട്രോൾ ബേസ്ഡ് ഫുട്ബോൾ ആണ്. ഇതിന് നമ്മൾ കൈയടിക്കേണ്ടത് ലയണൽ സ്കലോണിക്കാണ്. അർജന്റീനയെ A to Z കാര്യങ്ങൾ പഠിച്ചെടുത്ത അദ്ദേഹമാണ് അർജന്റീനക്ക് ഇത്രയും മികച്ചൊരു കൺട്രോൾ ബേസ്ഡ് ഫുട്ബോൾ, മിഡ്ഫീൽഡിലെ ഡൊമിനൻസ്, ഷോർട്ട് പാസിംഗ് കോമ്പറ്റീഷൻസ്, ഓഫ് ദ ബോൾ ഇൻ്റലിജൻസ് മൂവ്മെൻറ്റ്, സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇവയെല്ലാം ഇന്ന് അർജന്റീന ഫുട്ബോളിൻ്റെ ഐഡൻറ്റിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് ചെറിയ സ്പേസിലൂടെയും പന്തിൽ മികച്ച മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളൊരു ടീമാക്കി സ്കലോണി ഇന്ന് അർജന്റീനയെ മാറ്റിയിട്ടിരിക്കുന്നു. ബാക്ക്ലൈനിൻ്റെ സ്ട്രക്ചർ, മിഡ്ഫീൽഡിൻ്റെയും മുന്നേറ്റ നിരയും തമ്മിലുള്ള കോംബോ, ഇവയെല്ലാം ഇതിൽ പ്രാധാന്യമായി എടുത്തു പറയേണ്ടതാണ്. ഓപ്പോസിഷൻ ടീമിൽ നിന്നൊരു പ്രഷർ വന്നാൽ പോലും കാമായി ബോൾ സർക്കുലേഷൻ നടത്താൻ അർജന്റീനയ്ക്ക് ഈസിയായി കഴിയുന്നു എന്ന് തന്നെയാണ് ഇന്ന് സ്കലോണി വളർത്തിയെടുത്ത അർജന്റീനയുടെ ഏറ്റവും വലിയ കഴിവ്. സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അർജന്റീനയെ കഴിഞ്ഞേ മറ്റൊരു ടീമുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. മെസ്സി കൂടെ ഉണ്ടെങ്കിൽ അത് എതിരാളികളുടെ പേടി സ്വപ്നമായി മാറിക്കഴിയും. ഇനി നിലവിലെ ടീമിൻ്റെ ഫോം മെൻറ്റാലിറ്റി നോക്കുകയാണെങ്കിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് ഇത്രയും എളുപ്പത്തിൽ, ഇത്രയും പ്രഷർ കുറച്ച്, ഇത്രയും മെൻറ്റാലിറ്റിയോടെ യോഗ്യത നേടിയ മറ്റൊരു വേൾഡ് കപ്പ് ഉണ്ടോ എന്നത് സംശയകരമാണ്. അതുകൊണ്ട് ഭയന്നേ തീരൂ. നിലവിൽ മിന്നും ഫോമിലാണ് അർജന്റീന. നിലവിൽ ഹൈ പ്രഷർ മാച്ചിലും പാനിക്കില്ലാതെയും പ്രഷറില്ലാതെയും അർജന്റീന കളിക്കുന്നു എന്നത് എത്ര മനോഹരമായാണ് കണ്ടു നിൽക്കാൻ സാധിക്കുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ പോലും മാച്ച് ഫിനിഷ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇന്ന് അർജന്റീനയിൽ വളരെ വലിയ രീതിയിൽ കാണുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ സമയത്ത് 2017ലെയും 2018ലെയും അർജന്റീനയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കുക. അറ്റാക്കിംഗ് പൊസിഷൻ, മിഡ്ഫീൽഡ്, ഡിഫൻസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ബാക്കപ്പ് ഓപ്ഷനുള്ള സ്ട്രക്ചേർഡ് സ്ക്വാഡുണ്ട് നിലവിൽ സ്കലോണിക്ക് കീഴിൽ. യുവതാരങ്ങളും പരിചയസമ്പന്നമായ താരങ്ങളുമെല്ലാം ഒത്തിണങ്ങിയ ഒരു ടീം. പ്രധാനമായും ചില സീനിയർ പ്ലെയേഴ്സിൻ്റെ ഫിറ്റ്നസ്, ഏജ് ഫാക്ടർ ഇത് ഒരു കൺസേൺ ആയി നിലനിൽക്കുന്നുണ്ട്. പല സൂപ്പർ താരങ്ങൾക്കും ഫിറ്റ്നസ് സംബന്ധമായ പ്രശ്നങ്ങൾ നിലവിൽ അർജന്റീന ടീമിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അർജന്റീന ആരാധകർക്ക് ഏറെ സന്തോഷം പകരുന്ന മറ്റൊരു വസ്തുതയാണ് സ്കലോണിക്കു കീഴിൽ മെസ്സി ഇല്ലാതെയും അർജന്റീന കളിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി പോർച്ചുഗൽ ടീമിൻ്റെ ടെക്നിക്കൽ അനലൈസ്, ടീം സ്ക്വാഡ് ഡെപ്ത്, നിലവിലെ ടീമിൻ്റെ ഫോം എന്നിവയെല്ലാം കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിലവിൽ പോർച്ചുഗൽ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് 2026 വേൾഡ് കപ്പിനെ നോക്കിക്കാണുന്നത്. പരിശീലകനായ മാർട്ടിനസിന് കീഴിൽ പോർച്ചുഗൽ യുവേഫ നാഷൻസ് ലീഗ് വിജയിച്ചു എന്ന കാര്യത്തോടെ വളരെ വലിയ ആത്മവിശ്വാസമാണ് നിലവിൽ പോർച്ചുഗൽ ടീമിന് ഈ വേൾഡ് കപ്പിലുമുള്ളത്. താരനിവിടമായ പല ടീമുകളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആശാനും കൂട്ടരും യുവേഫ നാഷൻസ് ലീഗിലെ ചാമ്പ്യന്മാരായത്. പോർച്ചുഗൽ ടീമിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി നോക്കിയാൽ പോർച്ചുഗൽ കളിക്കുന്നത് ഡയറക്റ്റ് എക്സ്പ്ലോസീവ് ഫുട്ബോളാണ്. ക്വിക്ക് ട്രാൻസാക്ഷൻ, ഫാസ്റ്റ് വിങ്ങേഴ്സ്, ഫിസിക്കൽ മിഡ്ഫീൽഡർ, ക്വിക്ക് കൗണ്ടർ അറ്റാക്ക് ഫുട്ബോൾ, ഇവയെല്ലാം ഇന്ന് പോർച്ചുഗലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പോർച്ചുഗലിൻ്റെ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത് യൂറോപ്യൻ ഫുട്ബോൾ കീഴടക്കിയ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലെ പല താരങ്ങളും ഇന്ന് പോർച്ചുഗൽ താരനിരയിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തെ മറ്റേത് ടീമിനും അവകാശപ്പെടാൻ പോലുമില്ലാത്ത അത്രയും ടെക്നിക്കലായിട്ടുള്ള ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള കളിക്കാർ നിലവിൽ ഇത്തവണ പോർച്ചുഗലിനൊപ്പമാണ്. ന്യൂനോ മെൻഡസ്, വീറ്റീഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ്, നെവാസ് എന്നീ ഇങ്ങനെ പല സൂപ്പർ താരങ്ങളും. നിലവിൽ പോർച്ചുഗലിൻ്റെ ഫോം നോക്കുകയാണെങ്കിൽ പല മത്സരങ്ങളിലും ബ്രില്യൻ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും തിരിച്ചടിയാകുന്നത് കൺസിസ്റ്റൻസി ഇഷ്യൂ തന്നെയാണ്. വമ്പൻ എതിരാളികളെ തകർത്തെറിഞ്ഞ പോർച്ചുഗൽ ചിലപ്പോൾ കുഞ്ഞന്മാർക്ക് മുമ്പിൽ കാലിടറും. അർജന്റീനയെപ്പോലെ കൺസിസ്റ്റൻ്റായി മത്സരം വിജയിക്കാനുള്ള ശേഷി ഇപ്പോഴും പോർച്ചുഗൽ ടീമിൽ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചില സന്ദർഭങ്ങളിൽ ചെറിയ ടീമിനെ ഡോമിനേറ്റ് ചെയ്യുമ്പോഴും ബിഗ് മാച്ചസിൽ
ടെക്നിക്കൽ ക്ലാരിറ്റി കുറയുന്നു എന്നത് പോർച്ചുഗൽ ടീമിനെ വളരെ വലിയ രീതിയിൽ തന്നെയാണ് ബാധിക്കുന്നത്. ഓരോ താരങ്ങൾക്കും വലിയ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉണ്ടെങ്കിലും ടീം ഇപ്പോഴും വളരെ വലിയ ഒത്തിണക്കത്തോടെ കളിക്കുന്നില്ല എന്നത് പോർച്ചുഗലിന് ഏറെ തിരിച്ചടിയാകുന്ന കാര്യങ്ങളിലൊന്നാണ്. പ്രഷർ മൊമെന്റ്സിൽ ഡിസിഷൻ മേക്കുകളിലെ പിഴവുകൾ എന്നിവയെല്ലാം പോർച്ചുഗലിന് പല സമയങ്ങളിലും വളരെ വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത്. സ്ക്വാഡ് ഡെപ്തിന്റെ കാര്യത്തിൽ അർജന്റീനയേക്കാൾ മേൽക്കൈ നിലവിൽ പോർച്ചുഗലിനാണ് എന്നത് യാഥാർത്ഥ്യമാണ്. സ്ക്വാഡ് ഡെപ്ത് നോക്കുകയാണെങ്കിൽ യൂത്ത് എക്സ്പീരിയൻസ് മിക്സായ ഒരു ടീം ഫാക്ടർ തന്നെയാണ് പോർച്ചുഗലിൻ്റേത്. ആൾമോസ്റ്റ് എല്ലാ പൊസിഷനിലും വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് നിലവിൽ പോർച്ചുഗലിനൊപ്പമുണ്ട്. വേൾഡ് കപ്പിന് മുമ്പ് നിലവിൽ ടീമിൻ്റെ സെൻട്രിക് അപ്രോച്ച് ഫുൾ സെറ്റിലായിട്ടില്ലെങ്കിൽ അത് തിരിച്ചടിയാകും. ആയാൽ പോർച്ചുഗലിനെ ഭയന്നേ തീരൂ. ഇരു ടീമുകളുടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നിലവിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുമായി താരതമ്യം ചെയ്യപ്പെടുമ്പോൾ ടാലൻറ്റ് ഓവർലോഡ് ഉണ്ട് എങ്കിൽ പോലും ക്ലിയർ സിസ്റ്റം പോർച്ചുഗലിനില്ല എന്നതാണ് യാഥാർത്ഥ്യം. അർജന്റീനക്ക് പോർച്ചുഗലിൻ്റെ അത്ര സ്ക്വാഡ് വാല്യൂ ഇല്ലെങ്കിലും ക്ലിയർ ക്ലാരിറ്റി സിസ്റ്റവും വിന്നിംഗ് മെൻറ്റാലിറ്റിയും കൺസിസ്റ്റൻസിയും അർജന്റീന ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു എന്നതാണ് ശരിയായ വസ്തുത. നിലവിൽ മുൻതൂക്കം അർജന്റീനക്ക് തന്നെയാണ്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് ആ വിന്നിംഗ് മെൻറ്റാലിറ്റി ഇപ്പോഴും ടീമിനൊപ്പമുണ്ട്. സ്ട്രോങ് ടീം കെമിസ്ട്രിയും ടാക്ടിക്കൽ ഡിസിപ്ലിനും മെൻ്റൽ സ്ട്രെങ്ത്തും അർജന്റീനയുടെ കൂടെ തന്നെയുണ്ട്. ഇതിന് കയ്യടി നൽകേണ്ടത് സ്കലോണിക്കാണ്. ടാലന്റ് ബേസ്ഡ് വളരെ വലിയ ടീമായ പോർച്ചുഗൽ ഇനി അവരുടെ എക്സിക്യൂഷൻ കൂടി പെർഫെക്റ്റ് ആക്കിയാൽ കിരീടം നേടാൻ വളരെ വലിയ സാധ്യതയാണ് പോർച്ചുഗലിനുമുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തവണ 6 വേൾഡ് കപ്പ് കിരീടം നേടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.